ഇത് കാറ്റുണ്ടോ നിങ്ങൾക്ക് ഇതിലും അപ്പുറം വിലക്കുറവിൽ ഡ്രോൺ വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 1500 രൂപയുടെ ഡ്രോണാണ്. എന്തായാലും നമുക്കിന്ന് ഈ ഒരു ഡ്രോണിനെ പറ്റി പരിചയപ്പെടാം. ഇപ്പോൾ എടുത്ത് കളഞ്ഞ ആ ബോക്സിനകത്ത് ഇതുപോലുള്ളൊരു ബാഗാണ് ഇടുന്നത്. ബാഗിനകത്ത് നമുക്ക് ഇതുപോലുള്ള കൺട്രോളറുണ്ട്, ഈ ഒരു ഡ്രോൺ വരുന്നുണ്ട്, പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രൊപ്പല്ലേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൺട്രോളർ എന്ന് പറയുന്നത് ബാറ്ററി ഇട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷേ കൺട്രോളർ ഈ ഡ്രോണുമായിട്ട് ഞാൻ ഒരിക്കൽ കണക്ട് ചെയ്ത് അല്ലാതെ പിന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഡ്രോണിൽ വൈഫൈ വരുന്നുണ്ട് കേട്ടോ. ഓണാക്കി കഴിഞ്ഞ് നമ്മുടെ ഫോണിലെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ എന്ന് പറയുന്നത്. ഫുള്ളി ഒരു ചീപ്പ് ബിൽഡ് തന്നെയാണ്. 1500 രൂപയ്ക്ക് അതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇതിനോടൊപ്പം തന്നെ പ്രൊപ്പല്ലർ ഗാർഡും ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ ക്വാളിറ്റി ഇതാണ്. ഇതിൽ ഗിംബാൽ പോലുള്ള സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗിംബാലൊന്നുമല്ല, എങ്ങോട്ട് ക്യാമറ തിരിച്ചു വയ്ക്കുന്നു അങ്ങോട്ട് ക്യാമറ ഇരിക്കും. പിന്നെ കൺട്രോളറിലാണെങ്കിൽ നമുക്ക് മറ്റേതുപോലുള്ള ആൻറ്റിന പോലെ തോന്നുമെങ്കിലും ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് മാത്രമാണ് കേട്ടോ. അതിനകത്ത് ആൻറ്റിനയോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആയിട്ട് 3 ബാറ്ററികൾ ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബാറ്ററി ഇതാണ്ട് ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. DJI ഡ്രോൺസിൻ്റെയൊക്കെ ഒരു എക്സാക്റ്റ് കോപ്പി പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പറപ്പിക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം പറപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിന് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. അതായത് ഇത് പൊങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ബാക്കിലേക്കാണ് കേട്ടോ കൂടുതലും പോകുന്നത്. പിന്നെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താനും വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഒരു ടോയ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് പറത്തി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് പറത്തി നിർത്താൻ പോലും പറ്റുന്നില്ല. ഇത് പറന്ന ഉടനെ തന്നെ ഏതെങ്കിലും വാക്കൊക്കെ അങ്ങ് പോയി ഇടിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ആപ്പിലേക്ക് വന്നാൽ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാം, ക്യാമറ രണ്ടും ആക്സസ് ചെയ്യാം, നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനും വെർട്ടിക്കൽ ഓപ്ഷനിലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ഹോവർ ചെയ്ത് നിർത്താനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ കുറേയധികം സാധനങ്ങൾ ആപ്പിനകത്തുണ്ട്. UI എന്നൊക്കെ വളരെ മോശമാണെങ്കിലും പക്ഷേ ഈ ഡ്രോണ് ആ ഒരു ആപ്പിനകത്ത് മുന്നോട്ട് വന്നില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. കാര്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറന്നിങ്ങനെ നിന്നിരുന്നെങ്കിൽ ഞാനിത് 1500 രൂപയ്ക്ക് മുതലാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് പറന്ന ഉടനെ തന്നെ ഏതെങ്കിലും ദിക്കിലേക്ക് പോവുകയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്.